വക്കീല് കണ്ട ആ പെണ്ണുമ്പോൾ മൊഴി മാറ്റി പറഞ്ഞു കണ്ടോ? അറിഞ്ഞിരുന്നടാ. ഇതിപ്പോ ആമ്പിള്ളാർക്ക് ജീവിക്കാൻ പറ്റാത്തതാണ്. പുള്ളിക്കാരി എന്തോ പറഞ്ഞു, മീഡിയ എല്ലാം പുറകെ പോയി എന്റെ എല്ലാം അവരെ സപ്പോർട്ട്, ഞാൻ ഉൾപ്പെടെ അവരെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ എന്തായി? കള്ളക്കേസ് കൊടുത്തവർക്കെതിരെ നമുക്ക് തിരിച്ച് കേസ് കൊടുക്കാനും പറ്റും. പിന്നെ ഇതിനെ രണ്ട് രീതിക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ക്രിമിനൽ ഡിഫോമേഷൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെയെന്ന് പറയുമ്പോൾ സിവിൽ ഡിഫോമേഷൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിക്കാണ് നമുക്കെതിരെ ഒരു സ്ത്രീ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ പല സ്ഥലത്തുകളും ഇങ്ങനെ കള്ളക്കേസൊക്കെ കൊടുത്തിട്ട് അതിനെതിരായിട്ട് പുരുഷന്മാർ കേസ് കൊടുക്കുകയും പുരുഷന്മാർക്ക് നീതി കിട്ടുന്ന ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ള ആർക്കാ? പുരുഷന്മാർക്ക് പണി കിട്ടിയിട്ടുള്ളത്. പണി കിട്ടിയിട്ടുള്ളത് അല്ലാതെ നീതി കിട്ടിയിട്ടുള്ളതല്ല. ഇനിയും പുള്ളിയുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ഇപ്പം നമുക്ക് നിലവിൽ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ഒരു കാര്യത്തിന് കേസ് കൊടുക്കാനാണ് ഇപ്പൊ സാധിക്കുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു കാലം എന്ന് പറയുമ്പോൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ലോ വരുന്ന സമയത്ത് 2024 ഇപ്പോഴും അത് വന്നിട്ടില്ല. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക്